ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഡിസൈനർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസ് ജോസ്. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പിൽ എങ്ങനെയാണ് ഡ്രോപ്പ് ഷാഡോ കൊടുക്കുന്നതെന്നാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു ടെക്സ്റ്റ് ലെയറിനാണ് ഡ്രോപ്പ് ഷാഡോ കൊടുക്കുന്നത്. ഒരു ഇമേജിനോ അല്ലെങ്കിൽ ഒരു ഷേപ്പിനോ ഒക്കെ ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഡ്രോപ്പ് ഷാഡോ കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ടെക്സ്റ്റിന് നമുക്ക് ഡ്രോപ്പ് ഷാഡോ കൊടുക്കാൻ നോക്കാം. ഡ്രോപ്പ് ഷാഡോ കൊടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യാം. ഇവിടെ നമ്മൾ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുന്ന സമയത്ത് ആദ്യം തന്നെ ബ്ലെൻഡിങ് ഓപ്ഷൻസ് കാണാവുന്നതാണ്. ഇത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ലെയർ സ്റ്റൈൽ ഓപ്പൺ ആയി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഈ ലെയർ സ്റ്റൈലിനകത്ത് ഏറ്റവും താഴെ വരികയാണെന്നുണ്ടെങ്കിൽ ഡ്രോപ്പ് ഷാഡോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമുക്ക് മറ്റൊരു രീതിയിൽ കൂടെയും ഈ ലെയർ സ്റ്റൈൽ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ഈ ലെയറിൽ വന്നതിന് ശേഷം ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ലെയർ സ്റ്റൈൽ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഏറ്റവും താഴെയുള്ള ഈ ഒരു ഡ്രോപ്പ് ഷാഡോ സെലക്ട് ചെയ്യാം. ഞാൻ ഈ ഒരു ഡ്രോപ്പ് ഷാഡോ സെലക്ട് ചെയ്ത സമയത്ത് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സെറ്റിംഗ്സ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇതിനകത്ത് നമ്മൾ ഏറ്റവും മുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലെൻഡ് മോഡ് കാണാവുന്നതാണ്. ഇവിടെ നമ്മൾ ഈ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ബ്ലെൻഡ് മോഡ്സുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമ്മൾ സാധാരണയായിട്ട് നോർമൽ ബ്ലെൻഡ് മോഡാണ് യൂസ് ചെയ്യുക. ഞാൻ ഇവിടുന്ന് നോർമൽ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഇവിടെ കളറിൻ്റെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് കളറാണ് ഡീഫോൾട്ടായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് കളർ മാറ്റി കൊടുക്കാവുന്നതാണ്. ഞാൻ ഇവിടുന്ന് റെഡ് കളർ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ ഒരു ടെക്സ്റ്റിന് താഴെയായിട്ട് റെഡ് കളറിലുള്ള ഷാഡോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ വർക്കിനനുസരിച്ചിട്ട് ഡ്രോപ്പ് ഷാഡോ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തായിട്ട് വരുന്ന ഒപ്പാസിറ്റിയാണ്. ഒപ്പാസിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഈ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യുന്നതിലൂടെ ഈ ഒരു ഷാഡോയുടെ ട്രാൻസ്പെറൻസി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്കിവിടെ വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ടും ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തായിട്ട് വരുന്ന ആംഗിൾ എന്ന് പറഞ്ഞ മറ്റൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു ടെക്സ്റ്റിൻ്റെ റൈറ്റ് സൈഡിൽ താഴെ ഭാഗത്തായിട്ടാണ് ഇവിടെ ഷാഡോ വന്നിരിക്കുന്നത്. നമ്മളിവിടെ ഈ ഒരു ആംഗിൾ ചേഞ്ച് ചെയ്യുന്നതിലൂടെ നമുക്കിവിടെ ഷാഡോയുടെ പൊസിഷൻ മാറ്റാൻ കഴിയുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഷാഡോ നേരെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലൈറ്റിനനുസരിച്ചിട്ട് ഡ്രോപ്പ് ഷാഡോയുടെ പൊസിഷൻ ഈ ഒരു ആംഗിൾ യൂസ് ചെയ്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിന് തൊട്ട് താഴെയായിട്ട് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ മറ്റൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഞാൻ ഈ ഒരു ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ടെക്സ്റ്റും ഷാഡോയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു ഷാഡോയും അതുപോലെ ടെക്സ്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഇതിൻ്റെ ഡിസ്റ്റൻസ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഷാഡോ കൂടുതലായിട്ട് ടെക്സ്റ്റിനോട് ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി അതിന് തൊട്ടതായിട്ട് സ്പ്രെഡ് എന്ന് പറഞ്ഞ മറ്റൊരു ഓപ്ഷൻ കാണാവുന്നതാണ്. ഇവിടെ നമ്മൾ ഈ ഒരു സ്പ്രെഡ് ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ ഷാഡോ കൂടുതലായിട്ട് ഷാർപ്പാണെന്ന് നിങ്ങൾക്ക് കാണാം. അതുപോലെ ഞാൻ ഈ ഒരു സ്പ്രെഡ് വാല്യൂ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഷാഡോ കൂടുതലായിട്ട് സ്മൂത്ത് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്പ്രെഡ് കൂടുതലായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈസ് കൂടി അല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യണം. എന്നാലും നമുക്ക് ഈ ഒരു സ്പ്രെഡ് കൂടുതലായിട്ട് മനസ്സിലാവുന്നതാണ്. ഈ ഒരു സൈസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഷാഡോയുടെ വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും കഴിയുന്നതാണ്. ഇപ്പോൾ ഈ ഒരു സൈസ് 5 പിക്സൽസ് ആണുള്ളത്. നമുക്ക് ഇതിൻ്റെ സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു ടെക്സ്റ്റിന് ചുറ്റുമായിട്ട് ഷാഡോയുടെ സൈസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്പ്രെഡ് വാല്യൂ ഒന്ന് ഇൻക്രീസ് ചെയ്ത് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഷാഡോ കൂടുതലായിട്ട് ഷാർപ്പായി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്പ്രെഡ് വാല്യൂ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഷാഡോ ഷാർപ്പാക്കാനും അതുപോലെ സ്മൂത്ത് ആക്കാനും കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ നമുക്ക് ഡ്രോപ്പ് ഷാഡോ കൊടുക്കാവുന്നതാണ്. അതുപോലെ ഈ ഒരു സെറ്റിംഗ്സിനകത്ത് മാറ്റം വരുത്തിക്കൊണ്ട് നമുക്ക് ഈ ഒരു ഷാഡോയിനെ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. വർക്കിന് ആവശ്യമായിട്ടുള്ള ഡ്രോപ്പ് ഷാഡോ കൊടുത്തതിന് ശേഷം നമുക്കിവിടെ ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു ടെക്സ്റ്റിനകത്ത് ഡ്രോപ്പ് ഷാഡോ വന്നിട്ടുണ്ട്. ഈ ലെയറിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ ഈ ലെയറിൽ കൊടുത്തിട്ടുള്ള എല്ലാ എഫക്ട്സുകളും കാണാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഡ്രോപ്പ് ഷാഡോ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഈ എഫക്ട്സുകളെ ഹൈഡ് ചെയ്യാനായിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു ആരോ കാണാവുന്നതാണ്. നമ്മളിതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ എഫക്ട്സ് ഹൈഡ് ആയിട്ടുണ്ട്. ഞാനിവിടെ വീണ്ടും പ്രസ് ചെയ്യുന്ന സമയത്ത് എഫക്ട്സ് വിസിബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ടെക്സ്റ്റിനകത്ത് നിന്ന് ഡ്രോപ്പ് ഷാഡോ ഡിസേബിൾ ചെയ്യാനായിട്ട് ഈ ഒരു ഐ ബട്ടണിൽ പ്രസ് ചെയ്യാം. ഇവിടെ ഇപ്പം ഡ്രോപ്പ് ഷാഡോ ഡിസേബിൾ ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു ഡ്രോപ്പ് ഷാഡോ ഇവിടെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു ഡ്രോപ്പ് ഷാഡോനെ എനേബിൾ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു ഡ്രോപ്പ് ഷാഡോ ക്ലിയർ ചെയ്യാനായിട്ട് ഇവിടെ ലെയറിൽ വന്നതിന് ശേഷം റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യാം. ഇവിടെ നമ്മൾ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ലെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഈ ഒരു ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ ലെയറിനകത്തുള്ള എഫക്ട്സ് പോയിട്ടുണ്ട്. ഇവിടുന്ന് ഡ്രോപ്പ് ഷാഡോ റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളൊരു ടെക്സ്റ്റിനോ അല്ലെങ്കിൽ ഇമേജിനോ ഷേപ്പിനോ ഒക്കെ ഡ്രോപ്പ് ഷാഡോ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ എല്ലാ ഡിസൈനർ സുഹൃത്തുക്കൾക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് കൂടി രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക.